അതെ, ഇരുട്ടില് ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറയാറില്ലേ കുട്ടികളോട്? സാധാരണയായിട്ട് കുട്ടികൾ ഇരുട്ടിൽ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നപ്പോ അവരുടെ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? അത് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരാണെങ്കിലും നമ്മൾ വേണ്ട പ്രകാശത്തിലല്ല ഈ പറയുന്ന മൊബൈൽ ഫോണോ ടി വിയോ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ കണ്ണിന് ദോഷം തന്നെയാണ്. കാരണം ഈ സ്ക്രീനിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റ് നമ്മൾ കണ്ണിലെത്തുമ്പോൾ ആണല്ലോ നമുക്കിത് കാഴ്ചകൾ കാണാൻ കഴിയുന്നത്, സ്ക്രീനിൽ വരുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീവ്രതയ്ക്കനുസരിച്ച് നമ്മളുടെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് കണ്ണിൻ്റെ റെറ്റിന വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും. അതായത് ഒരുപാട് തീവ്രതയുള്ള ലൈറ്റ് കണ്ണിലേക്ക് കടക്കുമ്പോൾ കണ്ണിന് ദോഷമായതുകൊണ്ട് റെറ്റിന എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സങ്കോചം കൊണ്ട് ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന അളവ് കുറയ്ക്കും. അതേസമയത്ത് വേണ്ടത്ര ലൈറ്റ് ഇല്ല എന്നാണെങ്കിൽ അത് വികസിച്ചുകൊണ്ട് കൂടുതൽ ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കടത്താനുള്ള കഴിവ് കണ്ണിനുണ്ട്. അത് നമ്മൾ കണ്ണിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പോലും അറിയാതെ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെയുള്ള വെളിച്ചമുള്ള സ്ഥലത്താണെങ്കിൽ നമ്മളെ കണ്ണിനെ വലിയ രീതിയിൽ അത് ബാധിക്കില്ല. പക്ഷേ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ആ സ്ക്രീനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് കണ്ണിൻ്റെ ഈ സങ്കോചവും വികാസവും സ്ക്രീനിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ മാറ്റങ്ങൾ വരുന്ന സമയത്ത് കണ്ണിൻ്റെ മസിൽസിനാണെങ്കിലും നെർവ്സിനാണെങ്കിലും അത് ദോഷമായിട്ടാണ് ഭാവിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ കണ്ണ് കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊരു ഉപകരണമാണെങ്കിലും നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ ദോഷം വരില്ലേ? നമ്മളെ ശരീരം അങ്ങനെ തന്നെയാണ്, ഉപകരണമാണ്. അപ്പം ഈ പറയുന്ന കണ്ണിന് ദോഷം ഉണ്ടാവും. അതുമാത്രമല്ല, കൂടുതൽ നേരം നമ്മൾ ഇതേപോലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടെന്ന് കഴിഞ്ഞാൽ കണ്ണ് ഡ്രൈ ആവും. സാധാരണ ഇതിൽ നമ്മൾ കണ്ണിനെപ്പോഴും ഒരു നനവുണ്ടാവും, ഈർപ്പുണ്ടാവും. അത് നമ്മൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ ഇത് കൂടുതൽ സമയം നമ്മൾ ഈ സ്ക്രീനിലൊക്കെ നോക്കുന്ന സമയത്ത് കണ്ണ് ഡ്രൈ ആവാൻ തുടങ്ങും. അത് നമ്മളെ കണ്ണിന് ദോഷമാണ്. നമ്മൾ സിനിമ കാണുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കാണുന്നില്ലേ? തുടർച്ചയായിട്ടല്ലല്ലോ. ഒരു 2 മണിക്കൂർ സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സിനിമയാണെങ്കിൽ പകുതിയിൽ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. ഒരു 10 മിനിറ്റ് ഗ്യാപ്പൊക്കെ വരും. സത്യത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെയൊക്കെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഈ പറയുന്ന നല്ല വെളിച്ചത്തിൽ പുസ്തകങ്ങളാണെങ്കിലും എന്താണെങ്കിലും വായിക്കുകയാണെങ്കിലും മൊബൈൽ നോക്കുകയാണെങ്കിലും ടി വി കാണുകയാണെങ്കിലും നല്ല വെളിച്ചമുള്ള റൂമിൽ ഇരുന്നിട്ട് വേണം അത് ചെയ്യാൻ. അല്ലാതെ ഇരുട് ആയിട്ടുള്ള റൂമിൽ വെച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കഴിയുന്ന ഒഴിവാക്കുന്നതാണ് നമ്മളെ കണ്ണിന് ആരോഗ്യത്തിന് നല്ലത്. അത് കുട്ടികളാണെങ്കിലും ശരി, മുതിർന്നവരാണെങ്കിലും ശരി.